വാഗ്വാദം നടക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. രണ്ടാളുകൾ തമ്മിൽ ഭയങ്കര വാഗ്വാദം നടക്കാൻ അവനവൻ ഓരോരാൾ അവനവന്റെ ഭാഗം ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിക്കാം. ഈ സംസാരം എത്ര മണിക്കൂർ നീളും? മണിക്കൂറുകളോളം നീളും. വേണമെങ്കിൽ 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊന്നും പോയതറിയില്ല അല്ലെ? ഓരോ തർക്ക വിഷയങ്ങൾ എടുത്തിട്ടാൽ കണ്ണൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കും തിരൂരേക്കൊന്നും എത്തിയതറിയില്ല. അങ്ങനെ സമയം പോകും. എന്നാലോ ഈ രണ്ടാളുകളിൽ ഏതെങ്കിലും ഒരാൾ പറയാം, ശരി എന്റെ അടുത്ത് കുറച്ച് തെറ്റുണ്ട്, ഞാൻ സംസാരിക്കാനില്ല, സോറി, മാപ്പ് എന്നൊരാൾ പറഞ്ഞാൽ മറ്റയാൾ എന്താ തിരിച്ചു പറയാ? എന്റെ അടുത്ത് മാത്രമല്ല തെറ്റ്, എന്റെ അടുത്തും തെറ്റുണ്ട്, ഞാനും തെറ്റുകാരനാണ് എന്ന് അയാളും സമ്മതിക്കും. ശരിയല്ലേ? പക്ഷെ ആദ്യം തെറ്റ് സമ്മതിക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഇവിടെ വിഷയം. ഞാന് ഒരു ജ്യേഷ്ഠന്റെയും അനുജന്റെയും സംഭവം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ. ചിലപ്പോ മലപ്പുറക്കാരാണ്, ചിലപ്പോ നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കും. പരിചയമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കാം. ഈ ജ്യേഷ്ഠനും അനുജനും ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങി. ബിസിനസിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, എപ്പോഴാണ് പൊട്ടിപ്പാളിസാവെന്നറിയില്ല. അതുപോലെ തന്നെ ഈ ബിസിനസ് പൊളിഞ്ഞു, രണ്ടാളുടെ കയ്യിൽ തെറ്റില്ല. അങ്ങനെ ഈ അനുജൻ ജ്യേഷ്ഠനെ വെറുത്തു. ജ്യേഷ്ഠനാണ് ബിസിനസ് തകരാൻ കാരണം, കച്ചവടം തകരാൻ കാരണം എന്ന് വിചാരിച്ച് ഈ അനുജൻ ജ്യേഷ്ഠനെ നന്നായിട്ട് വെറുത്തു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ശത്രു ജ്യേഷ്ഠനായി മാറി. എത്രത്തോളം അറിയാം നിങ്ങൾക്ക്? അനുജന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യമായ പരിപാടികൾ ഉണ്ടാകുമ്പോ ജ്യേഷ്ഠൻ അറിയാതെയാണ്. പക്ഷേ ഈ ജ്യേഷ്ഠൻ എന്താ ചെയ്യാന്നറിയാം? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങളൊരു അനിയന്റെ വീട്ടില് എന്തെങ്കിലും ഒരു കാര്യമായ സൽക്കാരം, അല്ലെങ്കിൽ അനുജന്റെ മോന്റെ കല്യാണം ഉറപ്പിക്കലോ, അങ്ങനെ എന്തെങ്കിലും, പെണ്ണ് കാണാൻ പോകലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി നിങ്ങളെ അറിയിച്ചിട്ടില്ല, നിങ്ങൾ എന്താ ചെയ്യാ? സ്വന്തത്തോടൊന്ന് ചോദിച്ചാൽ എന്താ ചെയ്യാ? ആ ഭാഗത്ത് നിങ്ങൾ പോകുമോ? പിന്നെ മുഖത്ത് കണ്ടാ നോക്കോ? ഒന്ന് വിളിക്കോ? ഇല്ല. ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു 80% ആളുകളും പിന്നെ കാലാകാലത്തേക്ക് തെറ്റിക്കളയും. പക്ഷെ ഈ ജ്യേഷ്ഠൻ അങ്ങനെ ആയിരുന്നില്ല. ഈ അനുജന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യമായ പരിപാടികൾ ഉണ്ട് എന്ന് ജ്യേഷ്ഠൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് കടന്നു പോകും, ഈ അനുജന്റെ വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കും. അവസാനം ഈ അനുജന് പൊറുതി മുട്ടിക്കൊണ്ട് ഇയാൾ എന്താ ചെയ്യാന്നറിയോ? വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തലേ ദിവസം ജ്യേഷ്ഠന്റെ വീട്ടിൽ വന്നിട്ട് പറയും, എന്റെ വീട്ടിൽ നാളെ ഇന്ന പരിപാടിയുണ്ട്, അങ്ങോട്ട് നിങ്ങളെ ഒരാളെയും നേൽവട്ടം കണ്ടുപോകരുത്, കണ്ടാൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തലേന്ന് വന്ന് ഭീഷണിപ്പെടുത്തി പോവാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്യും? പിറ്റേ ദിവസം പരിപാടിന്റെ സമയമാകുമ്പോ ആ വീട്ടിലേക്ക് കടന്നു പോകുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, എത്ര ആൾക്ക് കഴിയും? എത്ര ആൾക്ക് ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയും? അവിടെ അവസാനിച്ചില്ല. ഈ അനുജന്റെ മകളുടെ കല്യാണത്തിന്റെ സമയത്ത് അനുജൻ സാധാരണ വരുന്നത് പോലെ ഒരാഴ്ച മുന്നേ വന്നിട്ട്, ഇതെന്റെ മകളുടെ കല്യാണാണ്, അവൾക്ക് ഇങ്ങനത്തെ ഒരു മൂത്താപ്പ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതില്ല, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും, സാധാരണ പോലെയല്ല, കർശനാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഭീഷണിപ്പെടുത്തി പിന്നെ വീട്ടിൽ നിന്ന് തിരിച്ചുപോയി. പക്ഷെ ജ്യേഷ്ഠൻ സാധാരണ പോലെ, അനുജന്റെ മകളുടെ കല്യാണമാണ്, പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. രാവിലെ തന്നെ ആ വീട്ടിലെത്തി പന്തലുകാരുടെ ഒപ്പം പണിയെടുത്തു. ചോറ് വിളമ്പാനും വിയർത്ത് കുളിച്ച് പണിയെടുക്കാനും എല്ലാറ്റിനും ജ്യേഷ്ഠൻ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ കയ്യിലേക്ക് മകളെ കൈപിടിച്ചേൽപ്പിക്കുമ്പോ അനുജന്റെ ചാരത്തി ജ്യേഷ്ഠനുണ്ടായിരുന്നു. അവസാനം ആളുകൾ ഒഴിഞ്ഞപ്പോ മടക്കാതിരുന്നിട്ടും, മോനെ ഞാൻ പോകട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഈ ജ്യേഷ്ഠൻ തിരിച്ചുപോയി. ഈ ജ്യേഷ്ഠൻ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോ ഭാര്യ ചോദിക്കാനല്ല, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് വലിഞ്ഞു കയറി പോകുന്നത് എന്ന് ഭാര്യ ചോദിച്ചപ്പോ ആ ജ്യേഷ്ഠ മറുപടി പറഞ്ഞു, മിണ്ടിപ്പോകരുത്, അത് പറയാൻ നിനക്ക് അവകാശമില്ല, ഞാനത് ചെയ്യുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്. അയാളൊരു സലഫിയാണ്, യഥാർത്ഥ സലഫി, പേരിന് വേണ്ടിയുള്ള മുജാഹിദല്ല, യഥാർത്ഥ സലഫി. അയാൾ പറഞ്ഞു, ഞാനിത് ചെയ്യുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്. ഞാൻ ഓരോ സമയം എന്റെ അനുജന്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോ അവൻ എന്നെ അവജ്ഞയുടെയും പുച്ഛത്തിന്റെയും നോട്ടം നോക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിൽ വേദന ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ സഹോദരങ്ങളെ, അന്ന് രാത്രി ഒരു അത്ഭുതം സംഭവിച്ചു. ഉറങ്ങാൻ കിടന്ന ജ്യേഷ്ഠനും ഭാര്യയും മക്കളും ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റു. വാതിലെ തുറന്നു നോക്കിയപ്പോ കരഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്ന എളാപ്പയെയാണ് ഈ ജ്യേഷ്ഠന്റെ മക്കൾക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം
പുറത്തു നിന്ന ജ്യേഷ്ഠനോട് ഒന്നിങ്ങോട്ട് വരൂ കാക്ക എന്ന് പറയാം. അങ്ങനെ ഈ ജ്യേഷ്ഠ പുറത്തു ചെന്നു. അനുജനെ അകത്തേക്ക് ഒരുപാട് വിളിച്ചു, വന്നില്ല. അവസാനം വലിച്ചു പിടിച്ചകത്തേക്ക് കയറ്റി. അനുജൻ പറയാ, ഞാൻ എങ്ങനെയാ നിങ്ങളുടെ വീട്ടിൽ കയറാ, ഞാൻ എങ്ങനെയാ നിങ്ങളുടെ മുഖത്ത് നോക്കുക? എന്നിട്ട് പറയാ, കാക്ക, നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഒരൊറ്റൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ എത്രമാത്രം തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, എത്രമാത്രം അപരാധമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. ഈ അനുജൻ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് സമയം കരഞ്ഞു. എന്നിട്ട് പറയാ, എനിക്കിപ്പോ വല്ലാഹി സത്യം എന്റെ സ്വന്തം ജീവനേക്കാൾ ഇഷ്ടം നിങ്ങളെയാണ്. എന്ത് വേണമെങ്കിലും, എന്റെ എത്ര സ്വത്ത്, കച്ചവടമല്ല, എന്റെ എന്ത് നിങ്ങൾ നശിപ്പിച്ചാലും നിങ്ങൾക്ക് വേണ്ടി അനുജൻ ജീവിക്കും എന്ന് പറഞ്ഞ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനുജനെ കാണിച്ചിട്ട് ഭർത്താവ് ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഞാൻ ആഗ്രഹിച്ച മാറ്റം, ഇതാണ് അള്ളാഹു ഉണ്ടാക്കുന്ന മാറ്റം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇദ്ഫഅ ബില്ലദീ ഹിയ അഹ്സൻ ഫഇദാ അല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീദ്. ചിന്മയെ നന്മ കൊണ്ട് തടയുക, പ്രതികാരത്തെ പുഞ്ചിരി കൊണ്ട് തടയുക, ക്രൂരതയെ നന്മ കൊണ്ട്, വാത്സല്യം കൊണ്ട് തടയുക. നിന്റെ ഏറ്റവും വലിയ ശത്രു, നിന്റെ ഏറ്റവും വലിയ മിത്രമാകുന്ന മായാജാലം നിനക്ക് കാണാം. ഖുർആനിന്റെ വാക്കാണ്, തെറ്റില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ആ അനുജൻ നന്നായി. സഹോദരങ്ങളെ, ഇതിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. തെറ്റി നിൽക്കുന്ന ആളുകൾ എത്രത്തോളം സ്വന്തം എടുത്ത്, എന്റെ അടുത്ത് ന്യായമുണ്ട്, എന്റെ അടുത്താണ് പൂർണ്ണമായും ന്യായം, എന്നെയാണ് അയാൾ ഉപദ്രവിച്ചത് എങ്കിലും അയാളുടെ അടുത്ത് പോയി അസ്സലാമു അലൈക്കും, കഴിഞ്ഞതൊക്കെ മറക്കണം കേട്ടോ, ഇനി അത് മനസ്സിൽ വെച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയോ സഹോദരങ്ങളെ? അല്ലാഹു റബ്ബ് നമ്മോടൊപ്പമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട്. എന്താ നമുക്കതിന് തടസ്സം? എന്താ ഇബാദുർ റഹ്മാനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്? വല്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ ഭൂമിയിലൂടെ താഴ്മയോടുകൂടി നടക്കുന്നവരാണ്. വിനയം അവരുടെ മുഖമുദ്രയാണ്. താഴ്ന്നു കൊടുക്ക എല്ലാവരുടെ മുന്നിലും. ആരുടെ മുന്നിൽ കാണാൻ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ? റസൂലുള്ള പഠിപ്പിച്ചു തന്നു നമുക്ക്, ഒരാളും ഒരാളുടെ മുന്നിലും താഴുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്സത്തിനെ വർദ്ധിപ്പിച്ചാലല്ലാതെ, അന്തസ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാതെ. അത് നമ്മൾ മനസ്സിലാക്കണം.